വെറും 10 മിനിറ്റ് കൊണ്ട് വായിൽ കപ്പലോടിക്കുന്ന അടിപൊളി അറേബ്യൻ മന്തി നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അതായത് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ തന്നെയാണ്. സവാളയും പച്ചമുളകും കറിവേപ്പിലും, പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ പച്ചമല്ലി എടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, സാധാരണ ഉപയോഗിക്കുന്ന കുരുമുളകൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ അതായത് ആ ഉള്ളിക്ക് ഒരു ബ്രൗണിഷ് കളറായതിനു ശേഷം നമ്മൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക, അതിനുശേഷം നമ്മൾ അതിലേക്ക് മീറ്റ് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നോർമലി ചെറിയ രീതിയിൽ ഒരു 3-4 ആൾക്കാർക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം എക്സ്പേർട്ടായിട്ട് ഉണ്ടാക്കുന്നില്ല, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വേറെ സ്പെഷ്യൽ റെസിപ്പി ഒന്നും പ്രതീക്ഷിക്കേണ്ട. നോർമലായിട്ട് ഉണ്ടാക്കാത്ത ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ജസ്റ്റ് അടിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടിച്ച് വെച്ച്, പിന്നെ നമ്മൾ ബസ്മതി റൈസാണ് ഇവിടെ എടുക്കുന്നുള്ളത്, അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 വിസിൽ അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ മീറ്റ് ഓൾറെഡി വെന്ത് സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ മാറ്റി വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇതിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ പീസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി അതിൽ വരുന്ന ആ മസാലയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ബസ്മതി റൈസ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയതിന് ശേഷം ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഫ്ലേവർ വേണ്ടിയിട്ട്. നമ്മൾ ഒരു 1-2 വിസിലായി കഴിഞ്ഞാൽ ഓൾറെഡി റൈസും സെറ്റാവും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കാം, നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ജസ്റ്റ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രവാസികളായ ആളുകളോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ജസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവത്തിൻ്റെ ഇത് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് മാത്രമായിട്ടാണ് ജസ്റ്റ് ഒരു ബിസിനസ് ലെവലിൽ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കറിവേപ്പിലിട്ടിട്ട് അതിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലിട്ട് പൊരിക്കുന്ന സമയത്ത് ആ കറിവേപ്പിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ എന്തായി കഴിഞ്ഞാൽ അത് ഒരു രസമാണ്. അപ്പം നമുക്കത് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ 2 വിസിൽ നേരത്തെ അടിച്ചിട്ട് അത് സെറ്റായിട്ടുണ്ട് റൈസ്. അതിലേക്ക് നമ്മളിപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മളിവിടെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വലിയ നിർബന്ധമുള്ള കേസൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ വേണ്ടിയിട്ടും പിന്നെ റൈസ് വിട്ട് വരാനൊക്കെ അത് നല്ലതാണ്. അത് നിർബന്ധമുള്ള കേസൊന്നുമല്ല. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ ഒന്ന് ആ മീറ്റിൻ്റെ ഫ്ലേവർ റൈസിലേക്ക് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മളെ പീസും പിന്നെ റൈസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ട നല്ല വേറിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കലോ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ജസ്റ്റ് നിങ്ങൾ വീട്ടിലായി കഴിഞ്ഞാൽ ഹോസ്റ്റലിലായി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 മിനിറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നില്ല. മീറ്റും റൈസും വേവാനുള്ളൊരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാണെങ്കിൽ കണ്ട മീറ്റൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. റൈസും പറഞ്ഞ പോലെ തന്നെ കണ്ട വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.